ഫോറസ്റ്റ് ഗാർഡിനെ ചവിട്ടിക്കൊന്നിട്ട് 2 ദിവസം ആവുന്നേ ഉള്ളൂ. പാവം, നല്ല മനുഷ്യനായിരുന്നു. മോനെ, നീ അത് കണ്ടോ? സ്ത്രീകളോ? സ്ത്രീകളാരും ഈ മല കയറാൻ വരാറില്ലല്ലോ സ്വാമി. പണ്ട് കയറാൻ വന്ന സ്ത്രീകളെ കാട്ടുകൊള്ളക്കാർ ഉപദ്രവിച്ചതായി കേട്ടിട്ടുണ്ട്. അവന്മാരൊക്കെ ഇപ്പോഴും ഈ കാട്ടിൽ തന്നെ ഉണ്ട്. നമസ്കാരം സ്വാമി. ഓം നമ ശിവായ. എവിടുന്നാ വരുന്നേ? കുറച്ച് ദൂരേന്ന്. ഇവരും മല കയറാൻ വന്നതാണോ? ആ അതെ സ്വാമി. സാധാരണ സ്ത്രീകളാരും മല കയറാൻ വരാറില്ല. കയറാൻ പറ്റാത്തത് കൊണ്ടല്ല, അപകടം നിറഞ്ഞ സ്ഥലമാണിത്. കാട്ടുമൃഗങ്ങളുടെ ആക്രമണം ഏത് നിമിഷവും പ്രതീക്ഷിക്കാം. 2 ദിവസം മുമ്പ് ഒരു ഫോറസ്റ്റ് ഗാർഡിനെ ആന ചവിട്ടിക്കൊന്നു. ഭയപ്പെടുത്താൻ വേണ്ടി പറയുന്നതല്ല. മുന്നോട്ട് പോകുമ്പോൾ വരാൻ പോകുന്ന അപകടങ്ങളെക്കുറിച്ച് മുന്നറിയിപ്പ് തന്നേ ഉള്ളൂ. ഞങ്ങൾക്ക് ഈ മല കയറി നേർച്ചയും വഴിപാടും ഒക്കെ കഴിക്കണം സ്വാമി. ഇല്ലെങ്കിൽ പിന്നെ ഇനി 5 വർഷം കാത്തിരിക്കണ്ടേ? ആ മഹാദേവൻ വിളിക്കാതെ ആർക്കും ഇവിടെ വരാൻ സാധിക്കില്ല. എത്രയോ വർഷങ്ങളായി ഞാനിവിടെ സ്ഥിരം വരുന്നു. ആദ്യമൊക്കെ സ്ത്രീകളിൽ ചിലർ വന്നിരുന്നു. അവരിൽ പലരും അപകടത്തിൽപ്പെട്ടു, ചിലർ മരണപ്പെട്ടു. പിന്നീട് സ്ത്രീകളാരും വരാതായി. സ്വാമി ഇതൊക്കെ പറഞ്ഞ് ഞങ്ങളെ പേടിപ്പിക്കുകയാണോ? ഞങ്ങൾക്ക് അങ്ങനെ ഒരു പേടിയില്ല. ഈ മല കയറാന്ന് ഉറപ്പുള്ളതുകൊണ്ട് തന്നെയാ ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. അടുത്ത കാൽപാദം ചവിട്ടുന്ന മണ്ണിന് ഉറപ്പുണ്ടോ എന്ന് നമുക്കറിയില്ലല്ലോ. താഴേക്ക് പോയ ശ്വാസം മുകളിലേക്ക് വരുമോ എന്ന് നമുക്കറിയില്ല. ഒന്നിനും ഒരു ഉറപ്പില്ല കുട്ടി. ഭാഗ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ മല കയറാം. ഒരു കാര്യം ചെയ്യാം, ഇവനെ നിങ്ങൾക്ക് കൂടെ കൂട്ടാം. ഈ കാട്ടിൽ ഇവനറിയാത്ത വഴികളില്ല. ഇവൻ നിങ്ങൾക്കൊരു സഹായമായിരിക്കും. മോനെ, ഇവരുടെ കൂടെ ചെല്ല. ശരി സ്വാമി. മല കയറുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ഓർക്കണം, അശുഭചിന്തകളൊന്നും പാടില്ല. സ്വാമി മല കയറുന്നില്ലേ? കയറണം, പക്ഷേ അതിനുള്ള സമയമായിട്ടില്ല. നിങ്ങൾ കയറിക്കോളൂ. മോനെ, നീ ഇവരുടെ കൂടെ മുകളിൽ ചെന്നാ ഇവർക്ക് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം. ശരി സ്വാമി. എന്നാ ഞങ്ങൾ പോയിട്ട് വരട്ടെ. ആഗ്രഹിച്ചു വന്ന കാര്യങ്ങളെല്ലാം നടക്കും. ഭക്തിയോടെ മല കയറിക്കോളൂ. ബാക്കിയൊക്കെ ഭഗവാൻ നോക്കിക്കോളും. ശരി സ്വാമി. സച്ചിട്ടാ പോവാം. വാ.
അവർ പോകുന്നത് നേരായ വഴിയിലൂടെ അല്ലല്ലോ. എന്തിനായിരിക്കും ആ വഴി പോകുന്നത്? എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഹലോ സുബ്രഹ്മണ്യ, എന്താടോ? അവിടെ പ്രശ്നമൊന്നുമില്ലല്ലോ? എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ സുരേന്ദ്രനും ടീമും അവിടെ ഉണ്ട്. എന്താവശ്യം ഉണ്ടെങ്കിലും അവരോട് പറഞ്ഞാൽ മതി. സ്ത്രീകളോ? ആ ശരി, അവരെത്ര പേരുണ്ട്? ഓഹോ, താനൊരു കാര്യം ചെയ്, ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് എന്നെ ഒന്ന് വിളിക്ക്. എന്താ വേണ്ടതെന്ന് ഞാൻ പറയാം. എന്താ? ആരാ വിളിച്ചത്? അടിവാരത്തുനിന്ന് പൂക്കാരൻ സുബ്രഹ്മണ്യനാ വിളിച്ചത്. ഒരു കുഴപ്പമുണ്ട് തിരുമേനി. എന്താ? മല കയറാൻ 2 സ്ത്രീകൾ എത്തിയിട്ടുണ്ട്. സ്ത്രീകളോ? സംഗതി കുഴപ്പത്തിലായല്ലോ പ്രസിഡന്റ്. ഇനിയിപ്പോ എന്താ ചെയ്യുക? കഴിഞ്ഞ കുറെ നാളുകൾക്കിടയിൽ ആദ്യമായാണ് സ്ത്രീകൾ ആരെങ്കിലും മല കയറാൻ വരുന്നത്. എന്ന് കരുതി നമുക്കവരെ നിഷേധിക്കാൻ പറ്റുമോ? അവർക്ക് കയറാൻ പറ്റാത്ത ഇടമൊന്നുമല്ലല്ലോ ഇത്. തിരുമേനി എന്തറിഞ്ഞിട്ടാ ഈ പറയുന്നത്? കഴിഞ്ഞ ഒരാഴ്ചയായി ആനക്കൂട്ടം കാടിറങ്ങി കാട്ടിക്കൂട്ടിയത് തിരുമേനിക്ക് അറിയില്ലേ? ആനച്ചാലിനടുത്തുകൂടിയ മുകളിലേക്കുള്ള വഴി. അതൊക്കെ ഭഗവാൻ കാത്തോളും. നിയോഗമുള്ളവർ മലകേറി വരും, ഇല്ലാത്തവർ പാതി വഴിയിൽ വീണുപോകും. ജീവൻ തിരിച്ചു കിട്ടിയ ഭാഗ്യം. പേടിക്കേണ്ട പ്രസിഡന്റ്, ഭക്തരെ കാക്കുന്നത് നമ്മുടെ ജോലിയല്ല, അത് ഭഗവാന്റെ കടമയാണ്. തിരുമേനി പറഞ്ഞതൊക്കെ ശരിയാ. പക്ഷേ ആ ഫോറസ്റ്റ് ഗാർഡിനെ കാട്ടാന ചവിട്ടിക്കൊന്നിട്ട് എത്ര ദിവസമായി? 2 or 3? അതിനി ആവർത്തിക്കണോ തിരുമേനി? എന്തെങ്കിലും കഠിനമായ വഴിപാടുകൾ നടത്താനല്ലാതെ സ്ത്രീകൾ ആരും മലകേറി വരാറില്ല. ഭഗവാൻ തന്നെ അവരെ കാത്തോളും. ശിവ ശിവ. അച്ഛനെന്താ ഈ സമയത്ത് പൂജാമുറിയില്? മോളെ, അവര് തിരിച്ചു വരുന്നവരെ ഞാനിവിടെ പ്രാർത്ഥനയിലിരിക്കാൻ പോവാ. ഇന്നെനിക്ക് ഒരിക്കലാ. അരിയാഹാരം ഒരു നേരം മാത്രം മതി. കൊള്ളാം, നല്ല കാര്യമായി. അച്ഛൻ ഒരിക്കലും എടുക്കാനോ? എന്തൊക്കെ മരുന്ന് അച്ഛന് കഴിക്കാനുണ്ട്? അതെങ്കിലും അച്ഛന് ഓർമ്മയുണ്ടോ? അതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. പക്ഷേ എൻ്റെ മക്കൾക്ക് വേണ്ടി ഞാൻ ഇത്രയെങ്കിലും ചെയ്യണ്ടേ? അച്ഛന്റെ മനസ്സിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥന ഉണ്ടല്ലോ, അത് മതി. അങ്ങനെ മനസ്സിൽ പ്രാർത്ഥിച്ചാൽ മാത്രം പോരാ മോളെ. പറയാനുള്ളത് ദൈവത്തോട് നേരിട്ട് പറയുക തന്നെ വേണം. ആത്മാർത്ഥമായി പറഞ്ഞാൽ മാത്രമേ ദൈവം പോലും കേൾക്കൂ. അച്ഛന്റെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് അച്ഛൻ എന്തെങ്കിലും ഒരു വിചാരമുണ്ടോ? എത്ര മരുന്നുകളാ കഴിക്കുന്നേ? അതിൽ പലതും ആന്റിബയോട്ടിക്കാ. ആഹാരം കഴിച്ചതിന് ശേഷവും അതിനു മുമ്പും കഴിക്കാനൊക്കെയുള്ള മരുന്നുകളില്ലേ അച്ഛാ? പിന്നെ എങ്ങനെയാ ഈ ഒരിക്കലും മാത്രം ആഹാരം കഴിച്ച് വ്രതം എടുക്കുന്നേ? എനിക്ക് കഴിക്കാനുള്ള മരുന്നുകളൊക്കെ അർച്ചന ഓരോ പൊതിയിലാക്കി പ്രത്യേകം വെച്ചിട്ടുണ്ട്. അതൊക്കെ സമയാസമയം ഞാൻ എടുത്ത് കഴിച്ചോളാം. അങ്ങനെ തന്നിട്ട് പോയില്ലെങ്കിലേ അച്ഛൻ ഇതൊന്നും എടുത്ത് കഴിക്കില്ല എന്നേ ഏട്ടത്തിക്ക് നല്ലതുപോലെ അറിയാം. എന്തായാലും അച്ഛൻ ആഹാരം കഴിക്കാതെ ഫുൾ ടൈം പൂജാമുറിയിലിരിക്കാൻ ഞാൻ എന്തായാലും സമ്മതിക്കില്ല. അച്ഛന്റെ കാര്യങ്ങളൊക്കെ ദൈവത്തിനറിയാം. അതല്ല മോളെ, എന്റെ മക്കള് പോയിരിക്കുന്നത് ഒരു പ്രത്യേക ലക്ഷ്യം സാധിക്കാനാ. മല കയറി മുകളിലെത്തുന്നത് അത്ര എളുപ്പമല്ലെന്ന് ജ്യോത്സ്യം പറഞ്ഞത് ഓർമ്മയില്ലേ? അവർ മല കയറുമ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ പൂജാമുറിയുടെ മുന്നിലിരിക്കും. ഈ 2 ദിവസവും ഇങ്ങനെ ഇരിക്കാനാണോ അച്ഛന്റെ പ്ലാൻ? അതെ, അവര് തിരിച്ചു വരുന്നവരെ ഞാൻ എൻ്റെ പ്രാർത്ഥനയിലിരിക്കും. കുളിക്കാനും മരുന്ന് കഴിക്കാനും ഭക്ഷണം കഴിക്കാനും മാത്രമേ ഞാൻ ഇവിടുന്ന് എഴുന്നേക്കൂ.
അച്ഛന് പ്രായം എത്രയായെന്ന വിചാരം? എന്തൊക്കെ അസുഖങ്ങൾക്കാ മരുന്ന് കഴിക്കുന്നതെന്ന് വല്ല ഓർമ്മയുണ്ടോ? ഒരു ഹാർട്ട് പേഷ്യന്റ് അച്ഛൻ. ആയിക്കോട്ടെ, എന്നാലും ഒരു നല്ല കാര്യത്തിനല്ലേ? നല്ല കാര്യത്തിനാണോ അതോ അർച്ചനയിടത്തേക്ക് പാര വെക്കാൻ കൂട്ടുപോ? നല്ല വിശ്രമം വേണം. എന്നേക്കാൾ ആരോഗ്യമായിട്ടിരിക്കേണ്ടത് ഇപ്പൊ നീയാ. എന്റെ ആരോഗ്യത്തിന് ഇപ്പൊ ഒരു കുഴപ്പവും ഇല്ല. എന്റെ എല്ലാ കാര്യങ്ങളും ധനുഷ് നന്നായിട്ട് നോക്കുന്നുണ്ട്. പിന്നെ അർച്ചനയിട്ടെത്തി 2 ദിവസത്തേക്ക് എനിക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നിട്ടാ എടുത്തി പോയത്. അതൊക്കെ ഞാൻ കൃത്യമായിട്ട് കഴിച്ചോളാം. എന്നാ പിന്നെ നീ ചെല്ല്, ഞാൻ പ്രാർത്ഥിക്കട്ടെ. ദേ, കുറച്ച് കഴിയുമ്പോ ഞാൻ വരും. അതുവരെയുള്ള പ്രാർത്ഥനയൊക്കെ മതി. എന്റെ പ്രാർത്ഥനയുടെ സമയമൊക്കെ ഞാൻ നേരത്തെ തീരുമാനിച്ചതാ. മോള് ചെല്ല്. എന്താ തന്റെ പേര്? സുധി. ആ സ്വാമിജി പറഞ്ഞൊക്കെ സത്യാണോ സുധി? അതോ ഞങ്ങളെ വെറുതെ പേടിപ്പിക്കാൻ പറഞ്ഞാണോ? അല്ല, അതൊക്കെ സത്യം തന്നെയാ. സാമി എന്തിനാ കള്ളം പറയുന്നത്? 5 കൊല്ലം മുമ്പ് ഒരു സ്ത്രീ മല കയറാൻ വന്നു. അവരെ തമിഴന്മാരായ കാട്ടുകൊള്ളക്കാർ ഉപദ്രവിച്ചു. തട്ടിക്കൊണ്ടുപോയതാണെന്നും പറയുന്നുണ്ട്. പക്ഷേ അവരെ പിന്നീട് ആരും കണ്ടിട്ടില്ല. കാട്ടുകൊള്ളക്കാരോ? അവരൊക്കെ ഇപ്പോഴും ഉണ്ടോ? കാട്ടിനകത്തുനിന്ന് ചന്ദനം വെട്ടുന്ന ടീമാണ് അവര്.
സ്ത്രീകളെ കണ്ട അവർ പിന്നാലെ വന്ന് ഉപദ്രവിക്കും. സ്ത്രീകൾ ആരെങ്കിലും മല കയറാൻ വന്ന അടിവാരത്തുനിന്നേ അവർക്ക് വിവരം കിട്ടും. മുകളിലെത്തുന്നതിന് മുമ്പ് അവർ കാട്ടിലൂടെ വരും. തരം കിട്ടി ആക്രമിക്കും. ഏയ്, പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. മഹാദേവനെ ധ്യാനിക്കുന്നവർക്ക് മഹാദേവൻ തന്നെ ശക്തി തരും. വാ. സ്വാമി പറഞ്ഞതുപോലെ ഇതൊരു നിയോഗമാണ്. ഒരു ജന്മത്തിൽ ഒരിക്കൽ മാത്രം കിട്ടുന്ന സൗഭാഗ്യം. നമുക്ക് ഈ വഴി നടക്കാം. വാ. വാ. ஏய் மூர்த்தி, நீங்க எங்க இருக்க? இந்த காட்டுக்குள்ள ஏறியாச்சா? ആ ഞാനിവിടെ എത്തി. எங்க? പാണ്ഡ്യ, നിന്റെ ഫോണിലേക്ക് ഞാനൊരു ഫോട്ടോ അയച്ചിട്ടുണ്ട്. അർച്ചന, അവരാണ് നിന്റെ ടാർഗറ്റ്. ഒന്നും നോക്കണ്ട, തീർത്തേക്ക്. അതെപ്പറ്റി ഒന്നും കവലപ്പെടണ്ട സ്വാമി. அதுக்கு தான் இந்த ரத்னவேல் பாண்டியன் காட்டுக்குள்ள ஏறியாச்சே. ആ இந்த அம்மா சூப்பராச்சே. இந்த அம்மாவை மட்டும் கொல்லணுமா, அந்த 3 பேரை சேர்த்து கொல்லணுமா? അർച്ചനയെ മാത്രം തീർത്താൽ മതി. ആ, അതിൽ ആ ബ്ലാക്ക് സാരി നിനക്ക് കൊട്ടേഷൻ തന്ന ആളാ, അവന്തിക. அது சரி. இது அந்த அம்மாவா? அவந்திகா அம்மா சூப்பரா இருக்கு. அப்போ பார்க்கலாம் சாமி. வாங்கடா.